നമുക്ക് സാലറി ആയിക്ക് കിട്ടുമെന്ന് പറയും. നമ്മൾ ചിലപ്പം 2% അല്ലെങ്കിൽ 3% സാലറി ആയിരിക്കും. പക്ഷേ ഇൻഫ്ലേഷൻ 5% ആണെങ്കിൽ നമ്മൾ അപ്പോഴും 2% അല്ല, നമുക്ക് -2 അല്ലെങ്കിൽ 2% സാലറി കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാകുന്ന വിജയം? കറക്റ്റ്. സോ നമ്മളെപ്പോഴും വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം. നമ്മളെ പൈസ ആൻഡ് ഇൻ പ്രോപ്പർട്ടി നമ്മൾ ബാങ്കിൻ്റെ പൈസയും കൂടെ ലെവറേജ് ചെയ്തിട്ടാണ് ഗ്രോത്ത് ഉണ്ടാകുന്നത്. സോ ഇറ്റ്സ് എ ഗുഡ് വെഹിക്കിൾ ഫോർ വെൽത്ത് ക്രിയേഷൻ. വാരൻ ബഫറ്റ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ പറയുന്നത് ഈ ഇൻവെസ്റ്റ് വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ ആൻഡ് ഈ വിഡ്രോസ് വെൻ എവറി വൺ ഈസ് കമ്മിങ് ഇൻ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. പ്രോപ്പർട്ടി പ്രൈസ് കുറവാണെങ്കിൽ നമുക്ക് അത് ഈ ചാൻസ് എടുത്ത് പ്രോപ്പർട്ടികൾ കൂടുതൽ മേടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ടും നമുക്ക് തിങ്ക് ചെയ്യാം. അതെ, കാരണം ലോങ് ടേം അത് ഗ്രോ ആവും. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. അത് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ പ്ലാനേഴ്സുമായിട്ട്, ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരുമായിട്ടാണ് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തി അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ഗ്രോ ചെയ്യാൻ പറ്റുകയുള്ളൂ. എല്ലാവർക്കും വളരണം. ഞാനോ ജെന്നിയോ അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും വളരാനായിട്ട് നമുക്കെല്ലാവർക്കും ഒരു ഫാമിലി, ഒരു ലോങ് ടൈം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഒരു ഫാമിലി ലെഗസി നമുക്ക് ഉണ്ടാക്കാനായിട്ട് ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു ലൈഫ് ഓസ്ട്രേലിയയിൽ സംഭവിക്കട്ടെ, ഉണ്ടാകട്ടെ.